ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ സെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ഒക്കെ വന്നു. അപ്പം എല്ലാവരും ഒക്കെ അപ്ലൈ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു ലോക്ക്ഡൗൺ സിറ്റുവേഷനിലായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം ആയതുകൊണ്ടും വേറെ പരിപാടികളൊന്നും ഇല്ലാത്തതൊക്കെ കൊണ്ട് അത്യാവശ്യം നിങ്ങൾക്കായ ഒരു എക്സാമിന് നിങ്ങൾക്കുള്ള പ്രിപ്പറേഷന് കുറച്ചൊക്കെ എന്നെക്കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സിലബസ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് എങ്ങനെയാണ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒന്ന് നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രീതിയിലാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പം ഇന്ന് തൊട്ട് ഞാൻ ജസ്റ്റ് കൊമേഴ്സ്, ഞാൻ പഠിച്ച സബ്ജക്റ്റ് കൊമേഴ്സാണ്. കൊമേഴ്സിലാണ് എനിക്ക് സെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ കൊമേഴ്സിൽ ഉള്ള പോർഷനുകൾ നിങ്ങൾക്ക് വീഡിയോ രീതിയിൽ ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും. പക്ഷേ ഞാൻ എടുത്തു തരുന്ന മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കരുത്. അത് വെച്ചുകൊണ്ട് ആ ക്ലാസ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ കൂടുതലായിട്ട് പ്രിപ്പറേഷൻ ഉണ്ടാക്കുക. സ്വന്തമായിട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുക. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു തരുന്ന ഏരിയകൾ നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടെത്തി നോട്ട് ചെയ്യുക. അതായത് സ്വന്തമായിട്ട് തന്നെ നോട്ട് ചെയ്യുക. ചുമ്മാ ഏതെങ്കിലും ബുക്കൊക്കെ നോക്കി അടയാളപ്പെടുത്തി വെക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ തന്നെ ഒരു ബുക്കിലേക്ക് നോട്ട് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന പോർഷൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ബിഹേവിയർ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ അകത്തെ മാനേജ്മെന്റ് തിങ്കേഴ്സ്. അതിൽ ഫസ്റ്റ് പാർക്കർ ഫോളറ്റിനെ കുറിച്ചാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയുടെ എഡിറ്റിംഗ് ഒന്നും വലിയ പരിചയമൊന്നുമില്ല. ഓൺലൈൻ ക്ലാസ് ഒക്കെ ആദ്യമായിട്ടാണ്. അപ്പോൾ പോകെ പോകെ നമ്മളുടെ പോരായ്മകളൊക്കെ പരിഹരിച്ച് വരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ ക്ലാസ് എന്ന് പറയുന്നത് മേരി പാർക്കർ ഫോളറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മാനേജ്മെന്റ് തിങ്കർ അല്ലെങ്കിൽ മാനേജ്മെന്റിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത വ്യക്തിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അപ്പം ഈ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻ കണ്ടുവരുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പോർഷൻ ആദ്യം എടുത്ത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. നമുക്കറിയാം ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആരായിരുന്നു? FW ടൈലർ ആയിരുന്നു. അതുപോലെ തന്നെ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് ആരായിരുന്നു? ഹെൻറി ഫയൽ ആയിരുന്നു. ഫാദർ ഓഫ് മാനേജ്മെന്റ് പീറ്റർ എഫ് ഡ്രക്കർ. ഇത് മൂന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആരാണ്? FW ടൈലർ. ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് ആരാണ്? ഹെൻറി ഫയൽ. ഫാദർ ഓഫ് മാനേജ്മെന്റ് പീറ്റർ എഫ് ഡ്രക്കർ. അങ്ങനെയാണ് എങ്കിൽ മദർ ഓഫ് മാനേജ്മെന്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? മദർ ഓഫ് മാനേജ്മെന്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? മേരി പാർക്കർ ഫോളറ്റ് അഥവാ MP ഫോളറ്റ്. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ ഓർത്ത് വെക്കുക, മദർ ഓഫ് മാനേജ്മെന്റ്. മദർ ഓഫ് മാനേജ്മെന്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അന്നേരം നമ്മൾ പിക്ക് ചെയ്യേണ്ടത് എന്തിനാണ്? MP ഫോളറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ നേരെ, അല്ലെങ്കിൽ അതായിരിക്കും നമ്മുടെ ഓപ്ഷൻ്റെ അകത്ത് കിടക്കുന്നതെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അത് പിക്ക് ചെയ്യുക. അപ്പൊ MP ഫോളറ്റ് ആണ് മദർ ഓഫ് മാനേജ്മെന്റ്. ഈ നിങ്ങൾക്ക് എന്താ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, മദർ ഓഫ് മാനേജ്മെന്റ് ആരാണ്? MP ഫോളറ്റ് ആണ്. അപ്പോൾ നമ്മൾ MP ഫോളറ്റിനെ കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷെ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ഓരോ ഏരിയയും നമ്മൾ ഡീപ്പായിട്ട് തന്നെ കവർ ചെയ്ത് പോകേണ്ടതാണ്. ഓക്കെ, MP ഫോളറ്റിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1868 മുതൽ 1933 വരെയായിരുന്നു. അതായത് അദ്ദേഹം മരിച്ച സമയം എന്ന് പറയുന്നത് 1868 മുതൽ 1933 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്ന അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. MP ഫോളറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MP ഫോളറ്റ് അതായത് മേരി പാർക്കർ ഫോളറ്റ് ഹാസ് എ കണക്ഷൻ ബിറ്റ്വീൻ ദ ക്ലാസിക്കൽ അപ്രോച്ച് ആൻഡ് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്. നമുക്കറിയാം മാനേജ്മെന്റിൽ ഒരുപാട് അപ്രോച്ചുകളുണ്ട്. അതിൻ്റെ അകത്ത് ക്ലാസിക്കൽ അപ്രോച്ചും ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചും തമ്മിൽ ഒരു കണക്ഷൻ കൊടുത്ത അല്ലെങ്കിൽ ഒരു ലിങ്ക് കൊടുത്ത വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത്? MP ഫോളറ്റ് എന്ന് പറയുന്നത്. ക്ലാസിക്കൽ അപ്രോച്ചും ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചും തമ്മിൽ ഒരു ലിങ്ക് കൊടുത്ത വ്യക്തിയായിരുന്നു ആര്? MP ഫോളറ്റ് എന്ന് പറയുന്നത്. ഈ വ്യക്തി ഓർഗനൈസേഷനെ ഒരു സോഷ്യൽ സിസ്റ്റം ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തത്. MP ഫോളറ്റ് എന്ന് പറയുന്ന ആള് ഓർഗനൈസേഷനെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്തത്? ഒരു സോഷ്യൽ സിസ്റ്റം ആയിട്ട്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷനെ സോഷ്യൽ പ്രോസസ് ആയിട്ടുമാണ് കൺസിഡർ ചെയ്തത്. ഓർഗനൈസേഷനെ സോഷ്യൽ സിസ്റ്റം ആയിട്ടും അഡ്മിനിസ്ട്രേഷനെ സോഷ്യൽ പ്രോസസ് ആയിട്ടും കൺസിഡർ ചെയ്ത വ്യക്തിയായിരുന്നു ആര്? MP ഫോളറ്റ്. ഓർത്ത് വെക്കുക, ആരാണ് ഓർഗനൈസേഷനെ സോഷ്യൽ സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആരാണ്? MP ഫോളറ്റ് ആണ്. അഡ്മിനിസ്ട്രേഷനെ സോഷ്യൽ പ്രോസസ് ആയിട്ട് കൺസിഡർ ചെയ്ത വ്യക്തിയായിരുന്നു MP ഫോളറ്റ്. ഓക്കെ ആണല്ലോ. ഇനി MP ഫോളറ്റ് ഞാൻ പറഞ്ഞു ആദ്യമായിട്ട്
മാനേജ്മെന്റിൽ സൈക്കോളജിയുടെയും സോഷ്യോളജിയുടെയും പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്ത വ്യക്തിയായിരുന്നു MP ഫോളറ്റ്. ആദ്യമായിട്ട് ദ ഫസ്റ്റ് പേഴ്സൺ ഹു ഇൻട്രൊഡ്യൂസ്, അതായത് ഫസ്റ്റ് പേഴ്സൺ, അതായത് മാനേജ്മെന്റിലേക്ക് ആദ്യമായിട്ട് സോഷ്യോളജിയുടെയും അതുപോലെ തന്നെ സൈക്കോളജിയുടെയും പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്ത വ്യക്തിയായിരുന്നു MP ഫോളറ്റ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ എഴുതിയിട്ടില്ല ഇതൊന്നും, ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. ഒരു പേപ്പറും പേനയും എടുത്ത് നോട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താണെങ്കിൽ MP ഫോളറ്റിനെ പറ്റി കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയാം. ഇതൊക്കെ തന്നെയാണ് നെറ്റിലും ഉള്ളത്. പക്ഷെ നമ്മൾ തന്നെ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതി വെച്ച് സൂക്ഷിക്കുക. അല്ലാതെ സ്ക്രീൻഷോട്ട് എടുക്കുക, അതിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ തന്നെ ഒരു ബുക്കിൽ എഴുതി വെക്കുന്നതാണ് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കാനും, അല്ലെങ്കിൽ നമ്മുടെ ഒരു എഫേർട്ട് അതിനകത്ത് കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് കൂടുതൽ സാധിക്കത്തുള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞ ആരെ പറ്റിയായിരുന്നു? MP ഫോളറ്റിന്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളായിരുന്നു. ഇനി MP ഫോളറ്റ് എന്തെല്ലാം കോൺട്രിബ്യൂഷനുകളാണ് മാനേജ്മെന്റിൽ കൊടുത്തത് എന്നാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ഇനി അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറയാം. MP ഫോളറ്റിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ബുക്കുണ്ട്. 1941 ഇത് പബ്ലിഷ് ചെയ്തത്. ഈ ബുക്കിന്റെ പേര് എന്ന് പറയുന്നത് ദ ഡൈനാമിക് അഡ്മിനിസ്ട്രേഷൻ. MP ഫോളറ്റ് എഴുതിയ ഒരു അതിപ്രശസ്തമായ ഒരു ബുക്കാണ് എന്ന് പറയുന്നത് ദ ഡൈനാമിക് അഡ്മിനിസ്ട്രേഷൻ. ഇത് പബ്ലിഷ് ചെയ്തത് 1941 ഇത് പബ്ലിഷ് ചെയ്തത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, MP ഫോളറ്റിന് കാലഘട്ടം എത്രയാണ്? 1868 മുതൽ 1933 വരെയാണ്. 33 അദ്ദേഹം എന്ത് ചെയ്തു? മരണപ്പെട്ടു. അതിനുശേഷമാണ് എന്ത് ചെയ്തത്? ഈ ബുക്ക് പബ്ലിഷ് ചെയ്തത്. ഈ ബുക്ക് പബ്ലിഷ് ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് എൽ ഉർവിക്കാണ്. എൽ ഉർവിക്കിനെ കുറിച്ചൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പൊ എൽ ഉർവിക്കാണ് ദ ഡൈനാമിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ MP ഫോളറ്റിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്ക് പബ്ലിഷ് ചെയ്തത്. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ഇത് പബ്ലിഷ് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് MP ഫോളറ്റിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. മാനേജ്മെന്റിലുള്ള MP ഫോളറ്റിന്റെ കോൺട്രിബ്യൂഷൻസ്. ഓക്കെ, ഫസ്റ്റ് വൺ MP ഫോളറ്റ് മാനേജ്മെന്റിൽ തന്ന കോൺട്രിബ്യൂഷൻ ആണ്. ആദ്യത്തെ കോൺട്രിബ്യൂഷൻ ആണ് കോൺഫ്ലിക്റ്റുകളെ കുറിച്ച് അല്ലെങ്കിൽ തർക്കങ്ങളെ കുറിച്ച്, ഓർഗനൈസേഷനിലെ തർക്കങ്ങളെ കുറിച്ച് സ്റ്റഡി നടത്തിയ വ്യക്തിയായിരുന്നു ആര്? MP ഫോളറ്റ് അഥവാ എന്താണ് മേരി പാർക്കർ ഫോളറ്റ്. എന്നിട്ട് ഈ തർക്കങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ച് അദ്ദേഹം ഒരു 3 രീതിയിൽ അതിന് ഡിസിഷൻസ് എടുക്കാമെന്ന് കണ്ടെത്തി. ആ ഡിസിഷൻസ് ആണ്, ഫസ്റ്റ് വൺ ആണ് ഡൊമിനേഷൻ, സെക്കൻഡ് വൺ കോംപ്രമൈസ്, തേർഡ് വൺ ഇന്റഗ്രേഷൻ. അതായത് 3 രീതിയിൽ തർക്കങ്ങൾ 3 രീതിയിൽ പരിഹരിക്കാം, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകൾ 3 രീതിയിൽ പരിഹരിക്കാമെന്ന് ആര് കണ്ടെത്തി? മേരി പാർക്കർ ഫോളറ്റ് കണ്ടെത്തുകയും അതിനെ തുടർന്ന് അദ്ദേഹം എടുത്ത 3 വേ ആണ്. 3 വേയിലാണ് ഇത് പരിഹരിക്കാൻ പറ്റുന്നതെന്ന് കണ്ടെത്തി. ഫസ്റ്റ് വൺ ആണ് ഡൊമിനേഷൻ, സെക്കൻഡ് വൺ കോംപ്രമൈസ്, തേർഡ് വൺ ഇന്റഗ്രേഷൻ. ഫസ്റ്റ് വൺ ആണ് ഡൊമിനേഷൻ. ഡൊമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്ടറി ഓഫ് വൺ സൈഡ് ഓവർ അതർ. അതായത് ഒരാൾ തർക്കിച്ച് എന്തുകൊണ്ടാണ് ജയിക്കുകയാണ്, മറ്റേ ആൾക്ക് മേലിൽ ആധിപത്യം സ്ഥാപിച്ച് ജയിക്കുകയാണ്. ഇവിടെ പ്രോബ്ലം ഒന്നും സോൾവ് ചെയ്യുന്നില്ല. ഒരാൾ മറ്റൊരാളുടെ മേലിൽ ആധിപത്യം സ്ഥാപിച്ച്, അതായത് ഒരാൾക്ക് മേൽ മറ്റൊരാൾ എന്ത് ചെയ്യുകയാണ്? വിക്ടറി നേടുകയാണ്. അത് അങ്ങനെ വിജയം കണ്ടെത്താം എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഡൊമിനേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ കോംപ്രമൈസ്. രണ്ടുപേരും എന്ത് ചെയ്യാണ്? ലൂസ് ചെയ്യുക. രണ്ടുപേരും വേണ്ടാന്ന് വെക്കുകയാണ്. ജയിച്ചോട്ടെ, അവൻ ജയിച്ചോട്ടെ, അല്ലെങ്കിൽ നീ ജയിച്ചോട്ടെ. രണ്ടുപേരും ആ തർക്കത്തിന് ഒന്ന് ഭയങ്കരമായിട്ട് രണ്ടുപേരും ഒന്ന് എന്ത് ചെയ്യണം? വിട്ടുകൊടുക്കാനുള്ള മനോഭാവം ഉണ്ടാകുകയാണ്. അതിനെയാണ് എന്ന് പറയുന്നത് കോംപ്രമൈസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഇന്റഗ്രേഷൻ. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വിൻ വിൻ സൊല്യൂഷൻ. അതായത് എന്താണോ ആക്ച്വലി അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള കാരണം അത് കണ്ടെത്തുകയും ആ പ്രോബ്ലം സോൾവ് ചെയ്യുകയും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്ത് എന്ത് ചെയ്യുകയാണ്? ആ പ്രോബ്ലം സോൾവ് ചെയ്യുക, ആ കോൺഫ്ലിക്റ്റ് സോൾവ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം മേരി പാർക്കർ ഫോളറ്റ് പറയുകയുണ്ടായി, ഏറ്റവും നല്ല വേ, ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള വേ, കോൺഫ്ലിക്റ്റ് സോൾവ് ചെയ്യാനുള്ള ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ആണ് എന്ന് പറയുകയുണ്ടായി. അതായത് ഏറ്റവും നല്ല വേ, കോൺഫ്ലിക്റ്റ് സോൾവ് ചെയ്യാനുള്ള ഏറ്റവും നല്ല വേ ഏതാണെന്നാണ് മേരി പാർക്കർ ഫോളറ്റ് പറഞ്ഞത്? ഇന്റഗ്രേഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ മേരി പാർക്കർ ഫോളറ്റ് ലീഡർഷിപ്പുകൾ പ്രധാനമായിട്ടും 3 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. ലീഡർഷിപ്പ് ഓഫ് പൊസിഷൻ, ലീഡർഷിപ്പ് ഓഫ് പേഴ്സണാലിറ്റി, ലീഡർഷിപ്പ് ഓഫ് ഫംഗ്ഷൻ. ലീഡർഷിപ്പ് ഓഫ് പൊസിഷൻ ഇത് നിങ്ങൾ നെറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. മേരി പാർക്കർ ഫോളറ്റ് പറഞ്ഞ ലീഡർഷിപ്പ് എത്ര ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് ആണെന്ന് പ്രധാനമായിട്ടും 3 തരത്തിലാണ്. ലീഡർഷിപ്പ് ഓഫ് പൊസിഷൻ, ലീഡർഷിപ്പ് ഓഫ് പേഴ്സണാലിറ്റി, ലീഡർഷിപ്പ് ഓഫ് ഫംഗ്ഷൻ. ലീഡർഷിപ്പ് ഓഫ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി വഹിക്കുന്ന സ്ഥാനത്തിനെ ബേസ് ചെയ്ത് അയാൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി വരികയാണ്, അല്ലെങ്കിൽ ലീഡറായിട്ട് തിരഞ്ഞെടുക്കുകയാണ് എങ്കിൽ അയാളെ ആ ഒരു ലീഡർക്ക് പറയുന്ന പേരാണ് ലീഡർഷിപ്പ് ഓഫ് പൊസിഷൻ, ഒരാൾ വഹിക്കുന്ന സ്ഥാനത്തിനെ ബേസ് ചെയ്ത്. രണ്ടാമത്തത് ലീഡർഷിപ്പ് ബൈ
പൊസിഷൻ. ലീഡർഷിപ്പ് ബൈ പൊസിഷൻ പറഞ്ഞാൽ ലീഡർഷിപ്പ് ബൈ പേഴ്സണാലിറ്റി. ഒരാളുടെ പേഴ്സണാലിറ്റി, അയാളുടെ വ്യക്തിത്വപരമായി അയാൾ കാണിക്കുന്ന വ്യക്തിത്വം, അയാളുടെ പെരുമാറ്റം, ഈ രീതിയൊക്കെ കൊണ്ട് അയാൾ എന്തായിട്ട് മാറുകയാണ്, ഒരു ലീഡറായിട്ട് കാലക്രമേണ ആയി മാറുന്ന ആ ഒരു പ്രക്രിയ. അങ്ങനെ ആയി വരുന്ന ലീഡേഴ്സിനെയാണ് എന്ത് പറയുന്നത്, ലീഡർഷിപ്പ് ബൈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ലീഡർഷിപ്പ് ബൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ പെർഫോം ചെയ്യുന്ന പ്രവൃത്തി അനുസരിച്ച് അതിൻ്റെ അകത്ത് എന്ത് വരും, അയാളുടെ പേഴ്സണാലിറ്റിയും വരും, അതുപോലെ തന്നെ അയാളുടെ എന്ത് വരും, പൊസിഷനും വരും. ഇതെല്ലാം ഈ പൊസിഷനും അതുപോലെ തന്നെ പേഴ്സണാലിറ്റി എല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്, ലീഡർഷിപ്പ് ബൈ ഫംഗ്ഷൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇതും ആരുടെ കോൺട്രിബ്യൂഷൻ ആണ്, MP ഫോളറ്റിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. ലീഡർഷിപ്പിനെ പ്രധാനമായിട്ട് 3 ആയിട്ട് തരംതിരിച്ചു: ലീഡർഷിപ്പ് ഓഫ് പൊസിഷൻ, ലീഡർഷിപ്പ് ഓഫ് പേഴ്സണാലിറ്റി, ലീഡർഷിപ്പ് ഓഫ് എന്താണ് ഫംഗ്ഷൻ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തൊരു കോൺട്രിബ്യൂഷൻ ആണ് കോർഡിനേഷനിൽ പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തു. കോർഡിനേഷൻ എന്താണെന്ന് നമുക്കറിയാം. അപ്പം MP ഫോളറ്റ് കോർഡിനേഷന് 4 പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ പ്രിൻസിപ്പിൾസ് ആണ് അടുത്തതായിട്ട് MP ഫോളറ്റിന്റെ കോൺട്രിബ്യൂഷൻ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, the principles of coordination developed by MP Follett. MP Follett develop ചെയ്ത പ്രിൻസിപ്പിൾസ് ആണ്. ഫസ്റ്റ് വൺ ഡയറക്റ്റ് കോൺട്രാക്ട്. പ്രിൻസിപ്പിൾസ് ബൈ ഡയറക്റ്റ്, അതാണ് പ്രിൻസിപ്പിൾ ഓഫ് കോർഡിനേഷൻ ബൈ എന്താണ് ഡയറക്റ്റ് കോൺട്രാക്ട്, പ്രിൻസിപ്പിൾ ഓഫ് കോർഡിനേഷൻ ബൈ ഏർലി സ്റ്റേജ്, കോർഡിനേഷൻ ഓഫ് എന്താണ് റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ്, കോർഡിനേഷൻ ഓഫ് കണ്ടിന്യൂസ് പ്രോസസ്, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ഡയറക്റ്റ് കോൺടാക്ട്. ഡയറക്റ്റ് കോൺടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലെ അല്ലെങ്കിൽ ഒരു ഫേമിലെ മാനേജ്മെന്റും അവിടുത്തെ വർക്കേഴ്സും തമ്മിൽ ഒരു ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. അതായത് ഡെയിലി ഉള്ള ഡിസ്കഷനിലൂടെ, ഡെയിലി ഉള്ള മീറ്റിംഗ്സിലൂടെ, ഡെയിലി കൊടുക്കുന്ന അസൈൻമെന്റ്സിലൂടെ മാനേജ്മെന്റും വർക്കേഴ്സും തമ്മിൽ ഒരു ഡയറക്റ്റ് കോണ്ടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് ആദ്യത്തെ. എന്താണ് കോർഡിനേഷൻ ബൈ ഡയറക്റ്റ് കോണ്ടാക്ട് എന്നാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ പറയുന്നത്. സെക്കൻഡ് പ്രിൻസിപ്പിൾ ആണ് ഏർലി സ്റ്റേജ്. ഏർലി സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിസി ഇംപ്ലിമെന്റേഷന്റെ സ്റ്റേജിൽ തന്നെ വർക്കേഴ്സുമായിട്ട് എന്തുണ്ടായിരിക്കണം, മാനേജ്മെന്റ് ഒരു ഇൻഫ്ലുവൻസ്, വർക്കേഴ്സിന് എന്ത് ചെയ്യണം, ഒരു പ്രാധാന്യം കൊടുക്കണം. പോളിസി എന്ത് ചെയ്യുക, പോളിസി എന്താണ് പോളിസി മേക്കിംഗ് സ്റ്റേജിൽ തന്നെ, പോളിസി ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിലല്ല, പോളിസി മേക്കിംഗ് സ്റ്റേജിൽ തൊട്ട് തന്നെ വർക്കേഴ്സിനും വേണ്ടത്ര പ്രാധാന്യം കൊടുക്കണം. അല്ലാതെ പോളിസി ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിൽ അല്ല, പോളിസി മേക്കിങ്ങിലും വർക്കേഴ്സിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. പോളിസി മേക്ക് ചെയ്യുന്നിടം തൊട്ട് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നിടം വരെ മാനേജ്മെന്റും വർക്കേഴ്സും നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് കോർഡിനേഷൻ ബൈ സ്റ്റേജ്. അടുത്താണ് റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് അഥവാ ഇന്റർ ഡിപ്പാർട്ട്മെന്റ് റിലേഷൻഷിപ്പ്. റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരേ സ്ഥാനം വഹിക്കുന്ന, അല്ലെ ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ ഒരേ സ്ഥാനം വഹിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഒരേ പ്രാധാന്യമായിരിക്കണം. അല്ലാതെ എന്താണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് കയറി നിൽക്കുകയും മാർക്കറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇറങ്ങി നിൽക്കുക അങ്ങനെയൊന്നുമില്ല. ഒരേ സ്ഥാനങ്ങൾ വഹിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകൾ, അല്ലെ ഒരേ സ്ഥാനം വഹിക്കുന്ന ആൾക്കാർക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഈക്വൽ പ്രാധാന്യം കൊടുക്കണം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഫോർത്ത് വൺ ആണ് കണ്ടിന്യൂസ് പ്രോസസ്. അതായത് കോർഡിനേഷൻ എന്ന് പറയുന്നത് നെവർ എൻഡിങ് ആണ്. അതായത് ഒരു പോളിസി മേക്ക് ചെയ്തു, അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ കോർഡിനേഷൻ തീരുന്നില്ല, വീണ്ടും അടുത്ത പോളിസിയിലേക്ക് പോകുന്നു, അടുത്ത പോളിസി മേക്ക് ചെയ്യുന്നു, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നെവർ എൻഡിങ് പ്രോസസ് ആണ് എന്ന് പറയുന്നത് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഇതാണ് കോർഡിനേഷനെ കുറിച്ച് മേരി പാർക്കർ ഫോളറ്റ് പറഞ്ഞ പ്രിൻസിപ്പിൾസ്. പ്രധാനമായിട്ടും 4 എണ്ണമാണ്. ഏതൊക്കെയാണ് നമുക്ക് ചോദിക്കും, ക്വസ്റ്റ്യനകത്ത് പറയും വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് കോർഡിനേഷൻ എന്ന് പറഞ്ഞിട്ട് തന്നു കഴിഞ്ഞു. മേരി പാർക്കർ ഫോളറ്റിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് കോർഡിനേഷൻ അതിൻ്റെ അകത്ത് വരുന്ന ഏതൊക്കെയാണെന്ന് ചോദിച്ച് ചിലപ്പം പിക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഓപ്ഷൻ ഒക്കെ ഇട്ട് തന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് 4 എണ്ണം കാണാതെ പഠിച്ചു വെക്കണം. ഡയറക്റ്റ് കോണ്ടാക്ട്, ഏർലി സ്റ്റേജ്, റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ്. ഇത്രയാണ് മേരി പാർക്കർ ഫോളറ്റ് പ്രധാനമായും കൊടുത്ത കോൺട്രിബ്യൂഷൻസ്. ഒന്നുകൂടി ഓർക്കുക, മേരി പാർക്കർ ഫോളറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, മദർ ഓഫ് മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റിന്റെ മദർ, അതായത് നമ്മൾ ഫാദർ ഓഫ് മാനേജ്മെന്റ് ഒക്കെ നമുക്ക് അറിയാം. നമ്മൾ ഓർത്ത് വെക്കാം, മദർ ഓഫ് മാനേജ്മെന്റ് എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആരാണ്, മേരി പാർക്കർ ഫോളറ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ് ക്ലാസിക്കൽ അപ്രോച്ചും ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചും തമ്മിൽ ഒരു കണക്ഷൻ കൊടുത്ത വ്യക്തിയാണ്, ഒരു ലിങ്ക് കൊടുത്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് മേരി പാർക്കർ ഫോളറ്റ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷനെ സോഷ്യൽ സിസ്റ്റം ആയിട്ടും അഡ്മിനിസ്ട്രേഷനെ സോഷ്യൽ പ്രോസസ് ആയിട്ട് കൺസിഡർ ചെയ്ത വ്യക്തിയായിരുന്നു. ആദ്യമായിട്ട് എന്താണ് സൈക്കോളജിയുടെയും സോഷ്യോളജിയുടെയും പ്രിൻസിപ്പിൾസ് ഒക്കെ ഇതിൻ്റെ മാനേജ്മെന്റിൽ അപ്ലൈ ചെയ്ത വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ എന്താണ് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്ക് ദ ഡൈനാമിക് അഡ്മിനിസ്ട്രേഷൻ, അത് 1941 പബ്ലിഷ് ചെയ്തത് എൽ ഉറുവിക്കായിരുന്നു. മേരി പാർക്കർ ഫോളറ്റിന്റെ മരണശേഷമായിരുന്നു ഈ ബുക്ക് പബ്ലിഷ് ചെയ്തത്. ലീഡർഷിപ്പുകളെ കുറിച്ച്
മേരി പാർക്കർ ഫോളറ്റ് പ്രധാനമായിട്ടും 3 ലീഡർഷിപ്പുകളാണ് ഉള്ളത്, അല്ലെ മൂന്ന് ലീഡർഷിപ്പ് ആണ് ഉള്ളത്. ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 എണ്ണമാണെന്നാണ് മേരി പാർക്കർ ഫോളറ്റ് പറഞ്ഞത്. എന്താണ്? ലീഡർഷിപ്പ് ഓഫ് പൊസിഷൻ, ലീഡർഷിപ്പ് ഓഫ് പേഴ്സണാലിറ്റി, ലീഡർഷിപ്പ് ഓഫ് എന്താണ് ഫംഗ്ഷൻ, ഇങ്ങനെ 3 എണ്ണമാണെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം നമ്മൾ കോൺഫ്ലിക്റ്റുകളെ കുറിച്ച് സ്റ്റഡി നടത്തിയ വ്യക്തിയായിരുന്നു മേരി പാർക്കർ ഫോളറ്റ്. അതിനുശേഷം കോൺഫ്ലിക്റ്റുകൾ സോൾവ് ചെയ്യാൻ പ്രധാനമായിട്ടും 3 മെത്തേഡുകൾ ഉണ്ടെന്ന് പഠിച്ചു. ഡൊമിനേഷൻ, കോംപ്രമൈസ്, ഇന്റഗ്രേഷൻ. ഏറ്റവും നല്ല വേ, കോൺഫ്ലിക്റ്റ് സോൾവ് ചെയ്യാനുള്ള ഏറ്റവും നല്ല വേ ഇന്റഗ്രേഷൻ ആണെന്ന് പറഞ്ഞു. അതിനുശേഷം എന്താണ്? പ്രിൻസിപ്പിൾസ്, കോർഡിനേഷനെ കുറച്ച് പ്രിൻസിപ്പിൾസ് ആര് ഡെവലപ്പ് ചെയ്തു? മേരി പാർക്കർ ഫോളറ്റ് ഡെവലപ്പ് ചെയ്തു. അതേതൊക്കെയായിരുന്നു? ഡയറക്റ്റ് കോൺട്രാക്ട്, ഏർലി സ്റ്റേജ്, റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ്. ഇനി നമുക്ക് ഈ മേരി പാർക്കർ ഫോളറ്റിനെ ബേസ് ചെയ്ത് സെറ്റിന് പ്രീവിയസ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നത് എന്ന് നോക്കാം. എന്നിട്ട് അതൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 2016 സെറ്റിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2016 ഫെബ്രുവരിയിൽ സെറ്റിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച ആ ഏരിയയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യനുകളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ 2016 ഫെബ്രുവരിയിലെ സെറ്റ് എക്സാമിന് വന്നതാണ്. നമുക്ക് നെറ്റിലൊക്കെ അവൈലബിൾ ആണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാം. LBSന്റെ സൈറ്റിൽ കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചിട്ടൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഏരിയ പഠിക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ നോക്കുക. ആ ഏരിയയിൽ നിന്ന് വന്നേക്കുന്ന ക്വസ്റ്റ്യനുകൾ നോക്കിയിട്ട് പഠിക്കാൻ തുടങ്ങുമ്പോൾ ആ ഏരിയ നല്ല രീതിയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പഠിച്ച ഒരു ഏരിയയിൽ 2-3 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ പറയുകയാണ്, വിച്ച് ഈസ് ആർ നോട്ട് ദ പ്രിൻസിപ്പിൾ ഓഫ് കോർഡിനേഷൻ. കോർഡിനേഷന്റെ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏത്? കേട്ടോ, നോട്ട് ദ ആണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ്റെ അകത്ത് നോട്ട് എന്നൊക്കെ ഉള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കുക. വിച്ച് ഈസ് ആർ നോട്ട് ദ പ്രിൻസിപ്പിൾ ഓഫ് കോർഡിനേഷൻ. താഴെ പറയുന്നവയിൽ കോർഡിനേഷന്റെ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കോർഡിനേഷന്റെ പ്രിൻസിപ്പിൾ മൊത്തം നല്ല രീതിയിൽ അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ അതിൻ്റെ അകത്ത് ഈ താഴെ പറയുന്നവയിൽ ഏതാണ് കോർഡിനേഷന്റെ പ്രിൻസിപ്പിൾ അല്ലാത്തത് എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ചുമ്മാ നമുക്കൊരു ലക്കിന് വേണ്ടി ഏതെങ്കിലും ഒരെണ്ണം പിക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് കോർഡിനേഷന്റെ പ്രിൻസിപ്പിൾസ് 4 എണ്ണവും പഠിച്ചു വെച്ചേക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ? ഇതിൽ നിന്ന് ഏതാണ് കോർഡിനേഷന്റെ പ്രിൻസിപ്പിൾ അല്ലാത്തത് എന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കാം. ഓപ്ഷൻ തരുന്നതിന് മുമ്പ് അവർ പറഞ്ഞിട്ടുണ്ട് എന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റ് കോൺടാക്ട് തന്നിട്ടുണ്ട്, എന്താണ് കോർഡിനേഷൻ ഓഫ് ഏർലി സ്റ്റേജ് തന്നിട്ടുണ്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് കണ്ടിന്യൂറ്റി തന്നിട്ടുണ്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് തന്നിട്ടുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞേക്കണം only for, അതായത് 4ാമത്തത് മാത്രം തെറ്റാണ്. അതായത് 4ാമത്തെ മാത്രം എന്നല്ല കോർഡിനേഷന്റെ പ്രിൻസിപ്പിൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞു ഓൾ ഓഫ് ദി അബോവ്, ഇതിലുള്ള ഒന്നും എന്തല്ല കോർഡിനേഷന്റെ പ്രിൻസിപ്പിൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 2ഉം 4ഉം, 2 എന്ന് പറയുന്നത് എന്താണ്? കോർഡിനേഷൻ ഓഫ് ഏർലി സ്റ്റേജ് അല്ല. അതുപോലെ തന്നെ എന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് റെസിപ്രോക്കൽ അല്ല എന്നാണ് പറഞ്ഞത്. ലാസ്റ്റ് പറഞ്ഞേക്കാം നൺ ഓഫ് ദീസ്, അതായത് ഈ പറയുന്ന എല്ലാം എന്താണ്? കോർഡിനേഷന്റെ പ്രിൻസിപ്പിൾ ആണ്. അതായത് ഒന്നും കോർഡിനേഷന്റെ പ്രിൻസിപ്പിൾ അല്ലാത്തതായിട്ടില്ല, എല്ലാം കോർഡിനേഷന്റെ പ്രിൻസിപ്പിൾ ആണ് എന്നാണ് ലാസ്റ്റ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്. കോർഡിനേഷന്റെ പ്രിൻസിപ്പിൾസ് അല്ലാത്ത ഏതാണ്? കോർഡിനേഷന്റെ പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചിരുന്നു. ഏതൊക്കെയാണ് കോർഡിനേഷന്റെ പ്രിൻസിപ്പിൾ? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കോർഡിനേഷൻ ബൈ ഏർലി സ്റ്റേജ് അല്ലെങ്കിൽ കോർഡിനേഷൻ ഓഫ് ഡയറക്റ്റ് കോൺടാക്ട് ആണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്താണ്? കോർഡിനേഷൻ ബൈ ഏർലി സ്റ്റേജ് ആണ്. തേർഡ് പ്രിൻസിപ്പിൾ എന്താണ്? കോർഡിനേഷൻ ഓഫ് റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് ആണ്. ഫോർത്ത് വൺ എന്താണ്? കോർഡിനേഷൻ ഓഫ് എന്താണ്? കോർഡിനേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. നോക്കിയേ, അത് 4 അല്ലേ ഈ തന്നേക്കുന്നത്? നോക്കിയേ പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റ് കോൺടാക്ട് എന്താണ്? നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ തന്നെ എന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റ് കോൺടാക്ട് ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? കോർഡിനേഷൻ ഓഫ് ഏർലി സ്റ്റേജ്. അതായത് സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്താണ്? കോർഡിനേഷൻ ഓഫ് ഏർലി സ്റ്റേജ് തന്നെയാണ്. പിന്നെ അടുത്ത എന്താണ്? കോർഡിനേഷൻ ഓഫ് റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ്, കോർഡിനേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇതെല്ലാം എന്താണ്? കോർഡിനേഷന്റെ പ്രിൻസിപ്പിൾ ആണ്. അപ്പം ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? നൺ ഓഫ് ദീസ് ആണ്. അതായത് ഇതെല്ലാം എന്താണ്? കോർഡിനേഷന്റെ പ്രിൻസിപ്പിൾ ആണ്. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണുമായിരിക്കും എന്താണ് നൺ ഓഫ് ദീസ് ആണ്. അതായത് ഇതെല്ലാം തന്നെ എന്താണ്? കോർഡിനേഷന്റെ പ്രിൻസിപ്പിൾ ആണ്. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചിരിക്കണം? ഒരു കാര്യം പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ പഠിക്കണം. ഇങ്ങനെയും ചോദിക്കാം. അപ്പം കോർഡിനേഷൻ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ മേരി പാർക്കർ ഫോളറ്റ് ഡെവലപ്പ് ചെയ്ത കോർഡിനേഷന്റെ പ്രിൻസിപ്പിൾ പഠിക്കുമ്പോൾ 4 എണ്ണവും കറക്റ്റ് ആയിട്ട് വ്യക്തമായിട്ട് പഠിക്കണം. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇവിടെ നോക്കുക സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിച്ച് ഇയർ ദ ബുക്ക് ടൈറ്റിൽ ഡൈനാമിക് അഡ്മിനിസ്ട്രേഷൻ വാസ് പബ്ലിഷ്ഡ്?
ഏത് വർഷമാണ് ഡൈനാമിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് പബ്ലിഷ് ചെയ്തത് എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഏതാണ് ഈ ബുക്ക് എന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അത് പബ്ലിഷ് ചെയ്ത ഡേറ്റ് ഒക്കെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുള്ളൂ. ഈ ഡൈനാമിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് ആരെഴുതിയ ബുക്കാണ്? മേരി പാർക്കർ ഫോളറ്റ് എഴുതിയ ബുക്കാണ്. പക്ഷേ മേരി പാർക്കർ ഫോളറ്റ് മരിച്ചതിന് ശേഷമാണ് ഇത് പബ്ലിഷ് ചെയ്തത്. ഇത് പബ്ലിഷ് ചെയ്തത് മേരി പാർക്കർ ഫോളറ്റ് അല്ല ഇത് പബ്ലിഷ് ചെയ്തത് എൽ ഉറിവിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഇത് പബ്ലിഷ് ചെയ്തത്. 1941 ഇത് പബ്ലിഷ് ചെയ്തത്. മേരി പാർക്കർ ഫോളറ്റ് ഏകദേശം 1930 കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്തിരുന്നു? മരണമടഞ്ഞിരുന്നു. അതിനുശേഷമായിരുന്നു എന്ത് 1941 ഈ ഡൈനാമിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് പബ്ലിഷ് ചെയ്തത്. അപ്പൊ നമുക്ക് ഓപ്ഷൻ നോക്കാം. അവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നത് 1901, 1903, 1911. നോക്കുക, ഈ 3 സമയത്തും ആരുണ്ട്? മേരി പാർക്കർ ഫോളറ്റ് ജീവിച്ചിരിപ്പുണ്ട്. അവര് മരിച്ചതിന് ശേഷം മാത്രമാണ് ഇത് പബ്ലിഷ് ചെയ്തത്. ഇത് പബ്ലിഷ് ചെയ്ത വ്യക്തി ആരാണ്? എൽ ഉറിവിക്കാണ്. ഇനി ചിലപ്പോൾ അടുത്ത തവണത്തേക്ക് ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് ഇത് പബ്ലിഷ് ചെയ്ത ആരാണെന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഓർത്ത് വെക്കുക, എൽ ഉറിവിക്കാണ് ഇത് പബ്ലിഷ് ചെയ്തത് എന്ന് ഓർത്ത് വെക്കുക. 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം ഇതിന്റെ അകത്ത് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 4th ഓപ്ഷൻ 1941. നമുക്ക് പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്യാൻ പറ്റും. അവരുടെ കാലഘട്ടം ഓർത്തിരിപ്പുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് എത്താൻ പറ്റും. അതായത് മേരി പാർക്കർ ഫോളറ്റിന്റെ മരണശേഷമാണ് ദ ഡൈനാമിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഡൈനാമിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് ആര് എഴുതിയതാണ്? മേരി പാർക്കർ ഫോളറ്റ് എഴുതിയതാണ്. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ഇത് പബ്ലിഷ് ചെയ്തത്. പബ്ലിഷ് ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് എൽ ഉറിവിക്ക എന്ന് പറഞ്ഞ ആളാണ് ഇത് പബ്ലിഷ് ചെയ്തത്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മാച്ച് ദ ഫോളോവിംഗ് ഇൻ മാച്ച് എ വിത്ത് ബി. അതായത് എന്താണ്? എയും ബിയും തമ്മിൽ മാച്ച് ദ ഫോളോയിങ് നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എക്കകത്ത് എന്ത് തന്നിട്ടുണ്ട്? ഹെൻറി ഫയൽസ് തന്നിട്ടുണ്ട്, FW ടൈലർ തന്നിട്ടുണ്ട്, MB ഫോൾഡ്. നമുക്കറിയാം മാനേജ്മെന്റ് തിങ്കേഴ്സ് ആണ് ആരൊക്കെ? ഹെൻറി ഫയൽസും FW ടൈലറും അതുപോലെ തന്നെ മേരി പാർക്കർ ഫോളറ്റും ഒക്കെ. ഇവര് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് മാനേജ്മെന്റിൽ നൽകിയിട്ടുള്ള വ്യക്തികളാണ്. ഇപ്പുറത്ത് തന്നിട്ടുണ്ട് സയന്റിഫിക് മാനേജ്മെന്റ് തന്നിട്ടുണ്ട്, ഡൈനാമിക് അഡ്മിനിസ്ട്രേഷൻ തന്നിട്ടുണ്ട്, ഫങ്ഷണൽ തിയറി തന്നിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ആദ്യം തന്നെ എന്ത് ചെയ്യാം? നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞു എന്താണ്? MB ഫോളറ്റ് അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ മേരി പാർക്കർ ഫോളറ്റ് എഴുതിയ ബുക്കാണ് എന്ന് പറയുന്നത് ഡൈനാമിക് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ നമ്മൾ നോക്കാം ഏതാണ് C2 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കാം. C2 വരുന്നത് നോക്കിയാൽ C2 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അന്നേരം തന്നെ നമുക്ക് ആൻസർ കിട്ടി. C2 വരുന്ന ഏത് ഓപ്ഷനേ ഉള്ളൂ? മൂന്നാമത്തെ ഓപ്ഷനേ ഉള്ളൂ. എന്നാലും നമുക്ക് ബാക്കി രണ്ടെണ്ണം കൂടി ഒന്ന് നോക്കാം. നമുക്കറിയാം FW ടൈലർ ആരാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ഇവിടെ നോക്കിയ ഓപ്ഷനകത്ത് എന്താ അറിയിക്കുന്നത്? സയന്റിഫിക് മാനേജ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പൊ നേരിട്ട് ഏതിലേക്ക് പോകും? B1. അപ്പം ഓട്ടോമാറ്റിക്കലി എന്താണ്? ഹെൻറി ഫയൽ ഡെവലപ്പ് ചെയ്ത തിയറി ആണ് എന്ന് പറയുന്നത് ഫങ്ഷണൽ തിയറി. ഇങ്ങനെയാണോ നമ്മൾ ഒരു ഓപ്ഷൻ, അതായത് ഒരേ ഒരെണ്ണം കറക്റ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള മാനേജ്മെന്റ് തിങ്കേഴ്സിന്റെ അവരുടെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അങ്ങനെ പഠിച്ചിരുന്നാൽ തന്നെ നമുക്ക് എന്താണ്? ഒരു മാർക്ക് എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. ചിലരൊക്കെ ഒരു മാർക്കിനൊക്കെ എന്താണ് ക്വാളിഫൈഡ് ആകാതെ പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളൊക്കെ നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ എന്താണ്? മേരി പാർക്കർ ഫോളറ്റിന്റെ ബുക്കാണ് ഡൈനാമിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് അറിയാവുന്ന ഒരാൾക്ക് ഓപ്ഷനോ അത് ഒരെണ്ണം കിട്ടുമ്പോൾ തന്നെ നമ്മൾ ആൻസറിലേക്ക് ഓപ്ഷൻ സിയിലേക്ക് ആൻസറിലേക്ക് എത്തുന്നതാണ്. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. മേരി പാർക്കർ ഫോളറ്റിന്റെ പോർഷൻസ് ആണ് പഠിച്ചത്. ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. കൂടുതലായിട്ട് MB ഫോളറ്റിനെ പറ്റി നെറ്റിലൊക്കെ സെർച്ച് ചെയ്തും ബുക്സുകൾ റെഫർ ചെയ്തും നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുക. അപ്പം അങ്ങനെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കേ കൂടുതലായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ തരാം. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ തരാം. ഇനിയും കൂടുതൽ ക്ലാസ്സുകൾ ആവശ്യമുണ്ട് എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള പോർഷനുകൾ എടുത്തു തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ ആദ്യത്തെ ക്ലാസ്സാണ്. മുന്നോട്ട് നല്ല നല്ല ക്ലാസ്സുകൾ പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു.